അധ്യക്ഷൻ നിതിൻ നബീൻ വിമാനത്താവളത്തിന് പുറത്തേക്ക് വരുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. അദ്ദേഹത്തെ സ്വീകരിക്കാൻ വലിയ ജനക്കൂട്ടം കാത്തുനിൽക്കുകയാണ്. ഉത്സവാന്തരീക്ഷത്തിലാണ് BJP ദേശീയ അധ്യക്ഷനെ കേരളം വരവേൽക്കുന്നത്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹത്തോടൊപ്പമുണ്ട്. മുതിർന്ന നേതാക്കളുണ്ട്. പ്രവർത്തകരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് കൈവീശി കാണിച്ചുകൊണ്ട് അദ്ദേഹം നെടുമ്പാശ്ശേരി താജ് ഹോട്ടലിലേക്ക് പോകുകയാണെന്നാണ് മനസ്സിലാകുന്നത്. അതിനു മുൻപ് അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുമോ എന്നത് വ്യക്തമല്ല. വലിയ സുരക്ഷാ സംവിധാനങ്ങളാണ് BJP ദേശീയ അധ്യക്ഷന്റെ വരവോടെ ഈ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അമ്മമാരടക്കം വന്ന് ദേശീയ അധ്യക്ഷനെ സ്വീകരിക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇതാദ്യമായാണ് അദ്ദേഹം കേരളത്തിലേക്ക് എത്തുന്നത്. ദേശീയ അധ്യക്ഷനായതിനു ശേഷം ഒരു തലമുറ മാറ്റത്തിലൂടെയാണ് നിതിൻ നബീൻ ദേശീയ അധ്യക്ഷനാകുന്നത്. BJPയുടെ വെറും 45 വയസ്സിൽ രാജ്യത്തെ ഏറ്റവും വലിയ സംഘടനയുടെ, രാജ്യത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ അമരത്തേക്ക് അപ്രതീക്ഷിതമായാണ് നിതിൻ നബീൻ കടന്നു വരുന്നത്. വലിയ ദൗത്യമാണ് BJP ദേശീയ നേതൃത്വം അദ്ദേഹത്തിനുമേൽ ഏൽപ്പിച്ചിരിക്കുന്നത്. അതിലൊന്ന് കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടിയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ 2.5 മാസം മാത്രം ശേഷിക്കുകയാണ്. BJPയുടെ വിജയത്തിനായി എന്തെല്ലാം കർമ്മ പദ്ധതികൾ നടപ്പാക്കണം എന്നതടക്കമുള്ള വിഷയങ്ങൾ, എന്ത് സമീപനം സ്വീകരിക്കണം എന്നതടക്കമുള്ള കാര്യങ്ങളിൽ കൂടിയാലോചന നടത്തുന്നതിനായി അദ്ദേഹം ഇപ്പോൾ കേരളത്തിൽ എത്തിയിരിക്കുന്നത്. 2 ദിവസമാണ് അദ്ദേഹം കേരളത്തിൽ ഉണ്ടാകുക. ഇന്ന് BJPയുടെ വിവിധ യോഗങ്ങളിൽ അദ്ദേഹം പങ്കെടുക്കുകയാണ്. നാളെയാണ് തൃശ്ശൂരിൽ ഔപചാരികമായി ചുമരെഴുത്ത് നടത്തിക്കൊണ്ട് BJPയുടെ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾക്ക് തുടക്കമാകുന്നത്. ചരിത്ര നിമിഷങ്ങളിലൂടെയാണ് കേരളം ഇപ്പോൾ കടന്നു പോകുന്നത്. ദേശീയ അധ്യക്ഷനെ വരവേറ്റുകൊണ്ട് BJP നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക്, ആ ഒരുക്കങ്ങളിലേക്ക് കടക്കുകയാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം മുൻ വർഷങ്ങളിലെ പോലെയല്ല. ഇപ്പോൾ സംസ്ഥാനത്ത് BJPക്ക് വളരെ കൃത്യമായ അടിത്തറ ഒരുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെല്ലാം അത് വ്യക്തമായതാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് ജയിക്കാൻ കഴിഞ്ഞു. കേരളത്തിൽ മാറാത്തത് മാറും എന്നാണ് രാജീവ് ചന്ദ്രശേഖർ ഉയർത്തിയ മുദ്രാവാക്യം. അത് പ്രാവർത്തികമാകുന്ന രീതിയിലാണ് BJPയുടെ വളർച്ച സംസ്ഥാനത്തുണ്ടായിരിക്കുന്നത്. ആദ്യമായി 45 വർഷത്തിന് ശേഷം ഇടത് കോട്ടയിലേക്ക് കടന്നുകയറി തിരുവനന്തപുരം നഗരസഭാ ഭരണം BJP കൈയടക്കിയതിൻ്റെ വലിയ ആഹ്ലാദം നിഴലിക്കുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് BJP ദേശീയ അധ്യക്ഷൻ കടന്നു വരുന്നത്. അവിടെ അദ്ദേഹത്തിന് ഊഷ്മളമായ വരവേൽപ്പ് നൽകുകയാണ് പ്രവർത്തകർ. ആവേശമുഖരിതമാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളം. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്.